ഒരുപക്ഷേ മെയ് 23 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയുന്നതിന് മുൻപ് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു നിമിഷം, ഒരു ദിവസം എന്ന് പറയുന്നത് മെയ് 21 ആണ്. രാജ്യത്തെ 21 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അന്നാണ് നടക്കുന്നത്. ആ യോഗത്തിൽ ആരൊക്കെ പച്ചക്കൊടി കാണിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകും, ആരൊക്കെ ചുവപ്പ് സിഗ്നൽ കാണിച്ച് പിന്നോട്ട് വലിയും, ഇതിനുള്ള ഒരു ഉത്തരം നൽകുന്ന ഒരു ദിവസമായിരിക്കും മെയ് 21. നിർണായകമായ ഒരു ദിവസം. ചിലപ്പോൾ മെയ് 23 തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിച്ച് കൃത്യമായി എടുത്തു പറയാനുള്ള ഒരു സാഹചര്യം വിളിച്ചു പറയുന്ന ഒരു ദിവസമായിരിക്കും മെയ് 21. 21 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്ന സമയത്ത് രാഹുൽ ഗാന്ധി തന്നെയാകുമോ പ്രധാനമന്ത്രി എന്ന വിഷയം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ചിലപ്പോൾ മറ്റുള്ള ഏതൊക്കെ വിഷയങ്ങളെ മാറ്റിവെച്ചു കഴിഞ്ഞാലും ചർച്ച ചെയ്യപ്പെടുന്ന അന്നത്തെ യോഗത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഒരു വിഷയം പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ്. ആന്ധ്രയുടെ പ്രത്യേക സംസ്ഥാന പദവിയല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിക്ക് സംസ്ഥാനത്തിന്റെ പൂർണ്ണാധികാരം, സംസ്ഥാനം എന്ന പദവിയുടെ പൂർണ്ണാധികാരം നൽകാനുള്ള ഒരു കാര്യമായിരിക്കില്ല. അതിനൊക്കെ അപ്പുറത്ത് മറ്റുള്ളവരൊക്കെ ഉറ്റുനോക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ്. അതിന്റെ പിന്നിലും ഒരു അധികാരമോഹമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ ജനാധിപത്യം തകർന്ന് അധിനിവേശത്തിന്റെ വേരുകൾ ഉറപ്പിച്ച് ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് മനുഷ്യനെ നിരന്തരം വേട്ടയാടി അധികാര കസേരയിൽ ചിരിച്ച് പരിഹസിച്ചിരിക്കുന്നവർക്ക് ഒരു മറുപടി നൽകാനുള്ള ദിവസമാണ് 23 എങ്കിൽ പോലും 21 എന്ത് നടക്കും അതനുസരിച്ചായിരിക്കും 23 ഏത് തീരുമാനങ്ങളും കൈക്കൊള്ളുക. 23 21 പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് 21 നിർണായക തീരുമാനമാണ്. അന്നത്തെ തീരുമാനം എന്ന് പറയുന്നത് ശരത് പവാർ പ്രധാനമന്ത്രി സ്ഥാനം മുന്നോട്ട് വെക്കുന്നില്ല, ആ മോഹം ഉപേക്ഷിച്ചു. ചന്ദ്രബാബു നായിഡു പോലും എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. മറിച്ച് KCR ഫെഡറൽ മുന്നണി രൂപീകരണവുമായി മുന്നോട്ട് പോകുന്ന KCRന് വലിയ പരാജയം നേരിട്ടപ്പോൾ KCR പോലും പ്രധാനമന്ത്രി സ്വപ്നം കണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ 3 പേര് മാത്രമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് പ്രതിപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാക്കപ്പെടുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് മമതാ ബാനർജി, മറ്റൊരാൾ മായാവതി. ഈ 3 പേരിൽ ആരായിരിക്കും 21 പ്രതിപക്ഷ യോഗത്തിൽ നിർണായക തീരുമാനം ഈ വിഷയത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മമതയോ മായാവതിയോ NDAക്കൊപ്പം നിന്നേക്കാം. വീണ്ടും BJPയുടെ അധിനിവേശത്തിന് ഇന്ത്യ രാജ്യം കളമൊരുങ്ങി നിൽക്കേണ്ട സാഹചര്യം വീണ്ടും കാണേണ്ടി വരും. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്ന മെയ് 21 എന്ത് നടക്കും? പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് UPAയിലൂടെ അധികാരത്തിൽ വന്ന് മറ്റുള്ളവരുടെ പിന്തുണ നേടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു സുവർണ നിമിഷം മെയ് 21 തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മെയ് 21 എന്ത് നടന്നോ ആ തീരുമാനം തന്നെയായിരിക്കും മെയ് 23 നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സുവർണ നിമിഷം, സുവർണ ദിവസം എന്ന് പറയുന്നത് മെയ് 21 തന്നെയാണ്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും, ആരൊക്കെ കൂടെ നിൽക്കും എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.